നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2025 പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഇനി 2025 വരാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. 2019 അവസാനമാണ് ലോകത്ത് കോവിഡ് എന്ന മഹാമാരി കടന്നു വരുന്നത്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സമയത്ത് മരിച്ചത്. മനുഷ്യന്റെ ജീവിത ശൈലിയെ തന്നെ മാറ്റിമറിക്കാൻ കോവിഡ് എന്ന മഹാമാരിയെ കൊണ്ട് സാധിച്ചു. ലോകം വീടുകളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയും ചെയ്ത സമയം ആർക്കും അത്ര വേഗം മറക്കാൻ കഴിയില്ല. ക്വാറന്റൈൻ എന്ന ഒരു സംഭവത്തെ മലയാളികളും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാവരും നേരിട്ടൊരു സമയമായിരുന്നു അത്. ഇപ്പോഴും കോവിഡിന്റെ പല പരിണത ഫലവും നാം അനുഭവിക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള മഹാമാരികൾ വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതായാലും അടുത്തത് എന്തായിരിക്കും എന്നാണ് എല്ലാവരുടെയും ആശങ്ക. ചില രോഗങ്ങൾ ഇത്തരത്തിൽ വലിയ ആശങ്ക തന്നെയാണ് ലോകത്തിന് ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിലൊന്നായിരുന്നു പക്ഷിപ്പനി. പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗത്തിനിടയാക്കുന്ന പകർച്ചവ്യാധിയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ പക്ഷിപ്പനി എന്നറിയപ്പെടുന്ന H5N1. ഇത് ഒരു തരം ഇൻഫ്ലുവൻസ വൈറസ് ആണ്. പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് വൈറസ് പകരുന്നത് അവയുടെ സ്രവങ്ങൾ വഴിയാണ്. രോഗം ബാധിച്ച പക്ഷികളുടെ ഇറച്ചി, മുട്ട, കാഷ്ടം, ചത്ത പക്ഷി എന്നിവ വഴിയാണ് രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്തുന്നത്. അടുത്തിടെ H5N1 പക്ഷിപ്പനി പടരുന്നതിനെ തുടർന്ന് US കാലിഫോർണിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. കാട്ടിലെയും നാട്ടിലെയും പക്ഷികളിൽ നിന്ന് ഈ രോഗം മറ്റു മൃഗങ്ങളിലേക്കും വ്യാപിക്കുന്നതാണ് കാരണം. കാലിഫോർണിയയിലെ 600ഓളം കന്നുകാലി ഫാമുകൾ ക്വാറന്റൈനിലാണ്. ഇതിനിടെ ലൂസിയാനയിൽ പക്ഷിപ്പനി പിടിപെട്ട ഒരാളുടെ നില ഗുരുതരമാണ്. ഇക്കൊല്ലം മാർച്ച് മുതൽ US H5N1 കണ്ടുവരുന്നുണ്ട്. ടെക്സസിലും കാൻസാസിലുമായി കന്നുകാലികളിൽ ആദ്യ കേസുകൾ കണ്ടെത്തി. പിന്നാലെ ന്യൂ മെക്സിക്കോ, മിഷിഗൺ, ഐഡഹോ എന്നിവിടങ്ങളിലെ കന്നുകാലി ഫാമുകളിലും രോഗം പടർന്നു. അന്നു മുതൽ 7 സംസ്ഥാനങ്ങളായി 61 മനുഷ്യരിലും രോഗം കണ്ടെത്തി. 34 പേർ കാലിഫോർണിയയിലാണ്. മിക്കവർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. ഇതേവരെ രോഗം മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതായി കണ്ടെത്തിയിട്ടില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 2003 മുതൽ 19 രാജ്യങ്ങളായി മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച 860-ലേറെ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 53% കേസുകളിലും മരണം സംഭവിച്ചു. 2025ഓടെ ഇത് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടുതലും ഫാം തൊഴിലാളികളും അസംസ്കൃത പാൽ കുടിക്കുന്നവരിലുമാണ് രോഗം കണ്ടെത്തുന്നത്. പക്ഷിപ്പനിയിൽ ജനിതക വ്യതിയാനം സംഭവിക്കുന്നത് തുടരുമെന്നും പിന്നാലെ മനുഷ്യരിൽ നിന്ന് ഇത് മനുഷ്യരിലേക്ക് പകരുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഭാവിയിൽ മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി UK പക്ഷിപ്പനിയിൽ നിന്ന് സംരക്ഷിക്കാൻ 5 ദശലക്ഷം H5 വാക്സിൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷിപ്പനി ബാധിച്ച മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മനുഷ്യന് ഈ രോഗം ബാധിക്കാം. കോശങ്ങളുടെ പുറത്തുള്ള സിയാലിക് റിസപ്റ്ററുകൾ എന്ന് വിളിക്കപ്പെടുന്ന തന്മാത്രാ ഘടനയിൽ ഇൻഫ്ലുവൻസ വൈറസുകൾ ചേരുകയും അത് പിന്നീട് വിഘടിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യരിൽ ഈ രോഗം വരുന്നത്. മനുഷ്യരിലേക്ക് കൂടുതലായി രോഗം പടരില്ലെങ്കിൽ പോലും 2025 പക്ഷിപ്പനി മൃഗങ്ങളിലേക്ക് കൂടുതൽ പകരുന്നതിനും മൃഗലഭ്യത കുറയുന്നതിനും കാരണമാകുന്നു. ഇത് ഭക്ഷ്യവിതരണം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലും ഈ രോഗം പടരുന്നത് തടയാൻ നേരത്തെ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഏതായാലും 2025 ഇത്തരം വൈറസുകൾ മനുഷ്യന്റെ നാശത്തിന് തന്നെ കാരണമായേക്കാവുന്ന രീതിയിൽ പടരാനുള്ള സാധ്യതയും വിദഗ്ധർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യവും മുൻകരുതലുകൾ അതിനനുസരിച്ച് എടുക്കാനുള്ള നിർദ്ദേശവും നൽകുന്നത്.